ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്യുന്നത് പുത്ത വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീഡിയോ എടുത്ത് നല്ല അടിപൊളിയായിട്ട് മലയാളം ഫോൺസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ VN-ലാണെങ്കിലും CapCut-ലാണെങ്കിലും ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇന്ന് VN-ലാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഭയങ്കര സിമ്പിളാണ്, ഇഷ്ടംപോലെ അടിപൊളി മലയാളം ഫോണ്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് മലയാളം ഫോണ്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഓപ്ഷൻ കാണാം, അതിലിപ്പോൾ ഹെഡിങ് ആണ് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം ഇവിടെ F എന്ന് പറഞ്ഞിട്ട് ഫോണ്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഓൾറെഡി ഒരു മലയാളം ഫോണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഈ ടൈപ്പിലുള്ള ഫോണ്ടാണ് എഴുതിയേക്കുന്നത്, നോക്കണ്ട, അത് ഞാൻ മാറ്റിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനത്തെ കുറേ അടിപൊളി മലയാളം ഫോണ്ടുകൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ എടുക്കണം. ഗൂഗിൾ എടുത്തിട്ട് ഇതേപോലെ മലയാളം ഫോൺസ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ മലയാളം ഫോൺസ് എന്ന് മലയാളം FML ഫോൺസ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ കാണാൻ പറ്റും. അപ്പോൾ അത് ജസ്റ്റ് എടുക്കുക. അപ്പോൾ ഇതിൽ ഇഷ്ടംപോലെ മലയാളം ഫോണ്ടുകൾ കാണാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായെന്ന് വെച്ചാൽ അത് ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഫോണ്ട് എടുക്കാം, V9 എന്നാണ് ഈ ഒരു ഫോണ്ടിൻ്റെ പേര്. ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ക്യാപ്ചർ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്യാപ്ചർ ഒന്ന് ടൈപ്പ് ചെയ്യാൻ 26964. അതിനുശേഷം ഡൗൺലോഡ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ ഒരു സംഭവം ഡൗൺലോഡ് ആവും. അപ്പോൾ അതിനുശേഷം നമ്മൾ VN ഒന്ന് കൂടി എടുക്കുക. അതിനുശേഷം ഇവിടെ ടെക്സ്റ്റ് കൊടുക്കുക, ഹെഡിങ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഫോണ്ടിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിലിവിടെ ആഡ് ഫോണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഏറ്റവും മുകളിലായിട്ട് ആഡ് ഫോണ്ട് എടുക്കുക, ഇമ്പോർട്ട് ഫ്രം ഫയൽ ആപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്താൽ ഫോണ്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, ഈസിയാണ്. അപ്പോൾ അത് ആഡ് ആയിട്ട് അപ്പോൾ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ അമർത്തിയാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതായിരിക്കില്ല വരാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നും കൂടി ഗൂഗിൾ എടുക്കുക. അതിനുശേഷം JETISH.in ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതേപോലെ വെബ്സൈറ്റ് കാണാം, JETISH.in. അപ്പോൾ അതിൽ മുകളിൽ നമുക്ക് എന്താണ് വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഹായ് എന്ന് മലയാളത്തിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ അടിയിൽ ഇതേപോലെ ഒരു 4 വാക്കായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ജസ്റ്റ് ഇവിടെ കോപ്പി കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം VN ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇവിടെ ടെക്സ്റ്റിൻ്റെ ഭാഗത്ത് അത് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് ഹായ് എന്ന് വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ശരിക്കും ഫോണ്ട് എന്താണ് വേണ്ടത് അത് ആ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം ആ ഒരു കോഡായിട്ട് കിട്ടും. അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഇത് മലയാളം ഫോണ്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ കളർ മാറ്റാനും സംഭവങ്ങൾക്കൊക്കെ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മലയാളം ഫോണ്ട് ഇത് ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ മുമ്പ് ആഡ് ചെയ്ത് വെച്ചൊരു മലയാളം ഫോണ്ട് കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പം ആഡ് ചെയ്തത്. ഇത് ഞാൻ മുമ്പ് ആഡ് ചെയ്തതായിരുന്നു. ഇതാണ് നമ്മളിപ്പം ആഡ് ചെയ്ത മലയാളം ഫോണ്ട്. അപ്പോൾ ഇതേപോലെ കളർ മാറ്റാനും എല്ലാ സംഭവങ്ങളും ചെയ്യാൻ പറ്റും.